everyone, welcome back to Catalyst Education. സോ മക്കളെ, നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും വിചാരിക്കാറുണ്ടല്ലേ, ലാസ്റ്റ് ഉള്ള ആ ഒരു 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അത് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ ബാക്കിയുള്ളതും കൂടി നമ്മളൊന്ന് പഠിച്ച് സെറ്റാക്കി നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യായിരുന്നു. സോ മക്കളെ, ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. അതിലൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഒരു 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്തായാലും ഈ ഒരു ടോപ്പിക് ആയിരിക്കും കേട്ടോ. ഏതാണ് ടോപ്പിക് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് ആണ്. നമുക്കറിയാലോ, നമ്മൾ അത് എടുക്കുന്ന സമയം തൊട്ട് പറയുന്നുണ്ട് അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, 8 മാർക്കിന്റെ ഒരു എസ്സേ ടോപ്പിക് ആണ് എന്നുള്ളത്. സോ നമുക്ക് ഈ ഒരു വീഡിയോയിൽ പെട്ടെന്ന് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് ഡിസ്കസ് ചെയ്ത് പോവാം. ഫസ്റ്റ്, ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഏതാണ്? അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. ഫെയ്ത്ത് എന്ന് പറയുന്നത് വിശ്വാസമാണ്. അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, വിശ്വാസം ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് നമുക്ക് നോക്കാം. ദിസ് പ്രിൻസിപ്പിൾ സജസ്റ്റ് ദാറ്റ് ബോത്ത് ദ പാർട്ടീസ് ഷുഡ് ബി ഫെയ്ത്ത്ഫുൾ ടു ഈച്ച് അതർ. നമുക്കറിയാലോ, നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് പറയുന്നതിന് മുന്നേ ഇൻഷുറൻസിൽ എത്ര പാർട്ടീസ് ഉണ്ട്? 2 പാർട്ടീസ് ഉണ്ടായിരിക്കും, ഒന്ന് ഇൻഷുററും ഒന്ന് ഇൻഷുർഡും. സോ ഇവർ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുണ്ടായിരിക്കണം എന്നാ പറയുന്നത്? അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് ഉണ്ടായിരിക്കണം. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം. ഇൻഷുർഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം? മസ്റ്റ് ഡിസ്ക്ലോസ് ഓൾ ദ മെറ്റീരിയൽ ഫാക്ട്സ് അബൌട്ട് ദ റിസ്ക് ബീങ് ഇൻഷുർഡ്. ഇൻഷുറൻസ് എടുക്കുന്ന ആള്, അതായത് ഇൻഷുർഡ് എന്ത് ചെയ്യണം? എന്തിന്റെ മുകളിലാണോ ഇൻഷുറൻസ് എടുക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ആ ഒരു സംഭവത്തിനെ കുറിച്ചിട്ടുള്ള എല്ലാ മെറ്റീരിയൽ ഫാക്ട്സും ഇൻഷുററിനോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കണം, ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒന്നും എന്ത് ചെയ്യരുത്? സീക്രട്ട് ആയിട്ട് വെച്ചിട്ടുണ്ടായിരിക്കരുത്. ഇനി ഇൻഷുറർ ആണെങ്കിലോ, ഹി മസ്റ്റ് മേക്ക് ക്ലിയർ ഓൾ ദി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇൻ ദ ഇൻഷുറൻസ് കോൺട്രാക്ട്. ഇൻഷുറർ ആണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഇൻഷുറൻസ് കോൺട്രാക്റ്റിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണോ അതൊക്കെ പ്രോപ്പർ ആയിട്ട് നമ്മുടെ ഇൻഷുർഡിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഒന്നും ഹിഡൻ ആക്കി വെക്കരുത്. കാരണം നാളെ എന്തെങ്കിലും ഒരു റിസ്ക് സംഭവിച്ചിട്ട് ഇൻഷുററിന്റെ അടുത്തേക്ക് വരും, യെസ് എനിക്ക് ആ ഒരു സംഭവം ഉണ്ടായി, ഒരു അൺസർട്ടനിറ്റി സംഭവിച്ചു, നിങ്ങൾ എനിക്ക് ഫണ്ട് തരണം എന്ന് പറഞ്ഞ സമയത്ത് ഇവർ പിന്നെ പറയരുത് എന്ത് അത് ഇങ്ങനെയാണെങ്കിലേ നമുക്ക് തരാൻ പറ്റുള്ളൂ, നിങ്ങൾ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കറക്റ്റ് വായിക്കാത്തതുകൊണ്ടാണ് എന്നൊന്നും പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഇൻഷുറർ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ടേംസ് ആൻഡ് കണ്ടീഷൻസ് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഇൻഷുർഡ് ആണെങ്കിൽ ആ ഒരു സബ്ജക്ട് മാറ്ററിന്റെ മുകളിലുള്ള എല്ലാ ഫാക്ട്സും അങ്ങോട്ടും തുറന്നു പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറഞ്ഞ് 2 പാർട്ടീസും തമ്മിൽ വളരെയധികം ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം. That is the principle of utmost good faith. മനസ്സിലായല്ലോ? സോ നമുക്ക് സെക്കൻഡ് പ്രിൻസിപ്പിളിലേക്ക് പോവാം. അതാണ് എന്താ? ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്. The insured must have an interest on the subject matter of insurance, otherwise the contract of insurance become void. നമ്മുടെ ഇൻഷുർഡിന് എന്തിന്റെ മുകളിലാണോ നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത്, അതായത് ആ സബ്ജക്ട് മാറ്ററിന്റെ മുകളിൽ എന്തുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്? ഇൻട്രസ്റ്റ്, അതായത് ഒരു ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ആ ഒരു കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ് വാലിഡ് ആവുള്ളൂ, അതർവൈസ് അത് വോയിഡ് ആവും എന്നാണ് പറയുന്നത്. എപ്പോഴാണ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടാവാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സബ്ജക്ട് മാറ്ററിന് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചിട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻഷുർഡിന് എന്ത് സംഭവിക്കണം? ഒരു ലോസ് ഉണ്ടായിരിക്കണം, ഒരു നഷ്ടം ഉണ്ടായിരിക്കണം. അയാളിപ്പോൾ ഒരു വീടിന്റെ മുകളിലാണ് ഇൻഷുറൻസ് എടുത്തത് എന്നുണ്ടെങ്കിൽ ആ ഒരു വീട് കത്തി നശിച്ചു പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഷുർഡിനെ സംബന്ധിച്ചിട്ട് അതെന്താണ്? ഒരു നഷ്ടമാണ് അല്ലെ? സോ അത്തരത്തില് സബ്ജക്ട് മാറ്ററിന് ഒരു പ്രശ്നം സംഭവിക്കുമ്പോൾ ഇൻഷുർഡിന് ലോസ് ഉണ്ടെങ്കിലാണ് അതിന്റെ മുകളിൽ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് നമ്മൾ പറയാം. സോ ഇൻഷുർഡിന് എന്തുണ്ടായിരിക്കണം? സബ്ജക്ട് മാറ്ററിന്റെ മുകളിൽ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ് വോയിഡ് ആവും. സോ നമുക്ക് നെക്സ്റ്റ് പ്രിൻസിപ്പിളിലേക്ക് പോവാം. അതാണ് എന്ത്? പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡംനിറ്റി. നമുക്ക് നോക്കാം. According to this principle, the insurer undertake to compensate the insured for actual loss he has incurred. അതായത് ഈ ഒരു പ്രിൻസിപ്പിൾ പ്രകാരം നമ്മുടെ ഇൻഷുറർ എന്താ പറയുന്നത്? ഇൻഷുർഡിനോട് ആക്ച്വലി നിങ്ങൾക്ക് എത്രയാണോ ലോസ് സംഭവിച്ചത് ആ ആക്ച്വൽ ലോസ് ഞാൻ എന്ത് ചെയ്തോളാം? നിങ്ങൾക്ക് കോമ്പൻസേഷൻ ആയിട്ട് തന്നോളാം. അതാണ് ഈ ഒരു ഇൻഡംനിറ്റി എന്ന് പറഞ്ഞ കോമ്പൻസേഷൻ ഈ ഒരു പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നത്. ഇൻഷുറൻസ് കമ്പനി വിൽ പേ എയ്തർ ദ എമൗണ്ട് ഓഫ് ആക്ച്വൽ ലോസ് ഓർ ദ പോളിസി എമൗണ്ട് വിച്ച് എവർ ഈസ് ലെസ്. ഇപ്പൊ നമ്മുടെ പോളിസി എമൗണ്ട് വന്നിട്ട് 10 ലക്ഷമാണ് എന്ന് വിചാരിക്കാം കേട്ടോ. ആക്ച്വൽ ലോസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻഷുർഡിന്റെ ആക്ച്വൽ ലോസ് നോക്കുകയാണെങ്കിൽ 5 ലക്ഷമാണ്. ആക്ച്വൽ ലോസ് 5 ലക്ഷമേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം എടുത്ത എമൗണ്ട് എത്രയാണ്? 10 ലക്ഷത്തിന്റെ പോളിസിയാണ് എടുത്തത്. പക്ഷെ കമ്പനി എത്രയായിരിക്കും പേ ചെയ്യുന്നുണ്ടായിരിക്കുക? ഇൻഷുറൻസ് കമ്പനി 5 ലക്ഷം മാത്രമായിരിക്കും പേ ചെയ്യുന്നുണ്ടായിരിക്കുക. ബിക്കോസ് ആക്ച്വൽ ലോസ് ആണ് അവിടെ കുറവ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ആക്ച്വൽ ലോസ് 10 ലക്ഷമാണെന്ന് വിചാരിക്കാം, പക്ഷെ നമ്മുടെ പോളിസി എമൗണ്ട് 5 ലക്ഷമാണെന്ന് വിചാരിക്കാം. ആക്ച്വൽ ലോസ് 10 ലക്ഷം വന്നിട്ടുണ്ട്, പക്ഷെ അയാൾ എടുത്തിട്ടുള്ള ഇൻഷുറൻസ് പോളിസി വെറും 5 ലക്ഷത്തിനാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനി എത്ര മാത്രമേ പേ ചെയ്യുള്ളൂ? 5 ലക്ഷം മാത്രമേ പേ ചെയ്യുള്ളൂ. കാരണം മാക്സിമം പോളിസി എമൗണ്ട് എത്രയേ വരുന്നുള്ളൂ? 5 ലക്ഷമേ വരുന്നുള്ളൂ. അപ്പൊ അതിന്റെ മുകളിലേക്ക് നമ്മുടെ കമ്പനി എന്ത് ചെയ്യില്ല? ഇൻഷുർഡിന് പേ ചെയ്യില്ല.
സോ ഇൻഷുറൻസ് പോളിസി എമൗണ്ട് അതല്ലെങ്കിൽ ആക്ച്വൽ ലോസ് വിച്ച് എവർ ഈസ് ലെസ് ആയിരിക്കും നമ്മുടെ ഇൻഷുറൻസ് കമ്പനി ഇൻഷുർഡിന് പേ ചെയ്യുന്നുണ്ടായിരിക്കുന്ന എമൗണ്ട്. ഓക്കെ അല്ലേ? സെറ്റ്. ഇനി നെക്സ്റ്റ് പ്രിൻസിപ്പിൾ നമുക്ക് നോക്കാം. ഏതാണ്? പ്രിൻസിപ്പിൾ ഓഫ് കോസ പ്രോക്സിമ ഓർ പ്രോക്സിമേറ്റ് കോസ് എന്ന് പറയും. നിയറസ്റ്റ് കോസ് വിൽ ബി കൺസിഡേർഡ് ഫോർ കോമ്പൻസേഷൻ. Insured can recover the loss only when it is caused by any of the risk insured against. അതായത് ഇപ്പൊ നമ്മുടെ സബ്ജക്ട് മാറ്ററിന്റെ മുകളില് സബ്ജക്ട് മാറ്ററിന് ഈ ഒരു സംഭവം ഉണ്ടായത്, നശിച്ചു പോയത് ഒന്നിൽ കൂടുതൽ കാരണങ്ങൾ കൊണ്ടാണെങ്കിൽ അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് കാരണം ഏതാണ് എന്ന് നോക്കും. ആ കാരണം ഇൻഷുറൻസ് എടുത്ത സമയത്ത് ആ ഒരു കാരണത്തിന്റെ മുകളിലാണോ നമ്മൾ ഇൻഷുറൻസ് എടുത്തത് എങ്കിൽ മാത്രമേ നമുക്ക് ഇൻഷുറൻസ് കമ്പനി പേയ്മെന്റ് തരികയുള്ളൂ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ഒരു കമ്പനി ഉണ്ടായിരുന്നു, നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫയർ ഇൻഷുറൻസ് എടുത്തു എന്ന് വിചാരിക്കാം. പക്ഷെ നമ്മുടെ കമ്പനി നശിച്ചു പോയത് ഫ്ലഡ്, വെള്ളം കയറിയിട്ടാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനി നമുക്ക് എന്ത് ചെയ്യില്ല, പേയ്മെന്റ് തരില്ല എന്നാണ് പറയുന്നത്. അതല്ല ഇനി ഒന്നിൽ കൂടുതൽ കാരണം ഉണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് കാരണം ഏതാണ്? ആ കാരണം നമ്മുടെ ഇൻഷുറൻസിന്റെ ആ ഒരു കോൺട്രാക്റ്റിൽ പറയുന്നുണ്ടോ, അതിന്റെ മുകളിലാണോ നമ്മൾ ഇൻഷുറൻസ് എടുത്തത് എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഇൻഷുറൻസ് കമ്പനി പേയ്മെന്റ് തരുള്ളൂ. അതർവൈസ് നമുക്ക് അവർ പേയ്മെന്റ് തരില്ല. സോ അതാണ് കോസ പ്രോക്സിമ ഓർ പ്രോക്സിമേറ്റ് കോസ്. ഏറ്റവും നിയറസ്റ്റ് കാരണം ഏതാണ് എന്നുള്ളത് കൺസിഡർ ചെയ്തിട്ടായിരിക്കും നമുക്ക് ഇൻഷുറർ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, പേയ്മെന്റ് തരുന്നുണ്ടായിരിക്കുക. ഇനി നെക്സ്റ്റ് വൺ നോക്കാം. പ്രിൻസിപ്പിൾ ഓഫ് സബ്രിഗേഷൻ ആണ്. എന്താണ്? ആഫ്റ്റർ ദ പേയ്മെന്റ് ഓഫ് ലോസ് ദ ഹോൾ റൈറ്റ് ഓഫ് ദ പ്രോപ്പർട്ടി ഈസ് എൻടൈറ്റിൽഡ് വിത്ത് ദ ഇൻഷുറർ. അതായത് നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, അതിനൊരു നാശനഷ്ടം സംഭവിച്ചു, ഇൻഷുറർ നമുക്ക് എന്ത് ചെയ്തു, പേയ്മെന്റ് ഒക്കെ തന്നു കഴിഞ്ഞു. പേയ്മെന്റ് എല്ലാം തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ പ്രോപ്പർട്ടിന്റെ മുകളിൽ ഇൻഷുർഡിന് ഒരു റൈറ്റും ഉണ്ടായിരിക്കില്ല. എല്ലാ റൈറ്റും മറിച്ച് ആർക്ക് പോവും, ഇൻഷുറർക്ക് പോവും. കാരണം ഓൾറെഡി ഇൻഷുറർ നമുക്ക് എന്ത് ചെയ്ത് കഴിഞ്ഞു, ആ ഒരു പ്രോപ്പർട്ടിന്റെ നാശത്തിന് അനുസരിച്ചിട്ട് നമുക്ക് ഫണ്ട് തന്നു കഴിഞ്ഞു. പിന്നീട് നമുക്ക് ആ ഒരു പ്രോപ്പർട്ടിന്റെ മുകളിൽ യാതൊരു റൈറ്റും ഉണ്ടായിരിക്കില്ല. അതായത് ദ ഇൻഷുർഡ് ഷുഡ് നോട്ട് മേക്ക് എനി പ്രോഫിറ്റ് ബൈ സെല്ലിംഗ് ദ ഡാമേജ്ഡ് പ്രോപ്പർട്ടി. ആ പ്രോപ്പർട്ടി ഏതായാലും കേടായി പോയി, നമുക്ക് അതിന്റെ നാശനഷ്ടം സംഭവിച്ചപ്പോൾ ഫണ്ടൊക്കെ കിട്ടി, എന്നാലും നമുക്ക് അത് വിറ്റിട്ട് ഡാമേജ് ആയ പ്രോപ്പർട്ടി വിറ്റിട്ട് ബാക്കി സ്ക്രാപ്പ് വാല്യൂ എടുക്കാന്ന് വിചാരിച്ചാലൊന്നും നമുക്ക് പറ്റൂല. ഫണ്ട് വൺസ് നമുക്ക് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിന്റെ എല്ലാ റൈറ്റും ആർക്ക് പോവും, ഇൻഷുറൻസ് കമ്പനിക്ക് പോകുന്നുണ്ടായിരിക്കും. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് സബ്രഗേഷൻ. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ. When the same subject matter is insured with different insurers, the actual amount of loss is divided among various insurers. അതായത് നമ്മുടെ ഇൻഷുർഡ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഷുർഡിന് ഒരു വീടുണ്ട് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ ബിൽഡിങ്ങിന് നമ്മുടെ ഇൻഷുർഡ് ഈ എ എന്ന് പറയുന്ന ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ഒരു 10 ലക്ഷം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, 10 lakhs. അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന വേറൊരു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് എഗെയിൻ ഒരു 10 lakhs ഈ സെയിം ബിൽഡിങ്ങിന്റെ മുകളിൽ നമ്മുടെ ഇൻഷുർഡ് എടുത്തിട്ടുണ്ട്. പിന്നീട് ഒരിക്കൽ എന്ത് ചെയ്തു, ഈ ഒരു ബിൽഡിങ്ങിന് നാശനഷ്ടം സംഭവിച്ചു. എത്ര? ഒരു 10 ലക്ഷത്തിന്റെ നാശനഷ്ടം സംഭവിച്ചു എന്ന് വിചാരിക്കുക കേട്ടോ. ലോസ് സംഭവിച്ചു 10 ലക്ഷത്തിന്റെ ഈ ഒരു ബിൽഡിങ്ങിന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ എന്ന് പറയുന്ന ആ ഒരു ഇൻഷുറർ നമ്മുടെ ഇൻഷുർഡിന് 10 ലക്ഷവും ബി എന്ന് പറയുന്ന ഇൻഷുറർ എന്ത് ചെയ്യും, നമ്മുടെ ഇൻഷുർഡിന് 10 ലക്ഷവും വേറെ വേറെ കൊടുക്കുവോ? ഇല്ല. സെയിം സബ്ജക്ട് മാറ്ററിന്റെ മുകളിൽ ഒന്നിലധികം പോളിസി നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ 2 ഇൻഷുറൻസ് കമ്പനിയും കൂടി ആക്ച്വൽ ലോസ് എത്രയാണോ അത് ഷെയർ ചെയ്യുകയാണ് ചെയ്യുക. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ 10 ലക്ഷം എന്ത് ചെയ്യും, എ എന്ന് പറയുന്ന ഇൻഷുറർ 5 ലക്ഷവും അതുപോലെ നമ്മുടെ ബി എന്ന് പറയുന്ന ഇൻഷുറർ 5 ലക്ഷവും. അങ്ങനെ 2 പേരും കൂടി കൂടിയിട്ടായിരിക്കും 10 ലക്ഷം മാർക്ക് കൊടുക്കുന്നുണ്ടായിരിക്കുക, നമ്മുടെ ഇൻഷുർഡിന് കൊടുക്കുന്നുണ്ടായിരിക്കുക. 2 പേർക്കും അവർക്കിടയിൽ ആ ഒരു ലോസ് ഷെയർ ചെയ്തിട്ട് ആയിരിക്കും ആ ഒരു എമൗണ്ട് കൊടുക്കുന്നുണ്ടായിരിക്കുക. സോ അതാണ് പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം, which is mitigation of loss. This principle states that it is the duty of the insured to take all the possible steps to minimize the loss or damage to insured property considered for compensation. അതായത് ആ ഒരു ലോസ്, ആ ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ആ ഒരു പ്രോപ്പർട്ടിക്ക് ലോസ് സംഭവിക്കുന്ന സമയത്ത് ആ ലോസ് മിനിമൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പോസിബിൾ സ്റ്റെപ്പും ആരെടുത്തിട്ടുണ്ടായിരിക്കണം, ഇൻഷുർഡ് എടുത്തിട്ടുണ്ടായിരിക്കണം. അല്ലാണ്ട് ഇയാളിപ്പോ ആ ഒരു ബിൽഡിംഗ് കത്തുന്ന സമയത്ത് ഞാൻ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കാനൊന്നും പാടില്ല. അത് മിനിമൈസ് ചെയ്യാൻ എല്ലാ പോസിബിൾ സ്റ്റെപ്പും അയാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടായിരിക്കണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ആ ലോസ് മിറ്റിഗേറ്റ് ചെയ്യാനുള്ള, അതായത് കുറയ്ക്കാനുള്ള എല്ലാ പോസിബിൾ സ്റ്റെപ്പും അയാൾ എടുത്തിട്ടുണ്ടായിരിക്കണം. അതും കൂടി ഇവരെന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഇവർ ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കും നമുക്ക് ആ ഒരു എമൗണ്ട് തരുന്ന സമയത്ത്. ദാറ്റ് ഈസ് മിറ്റിഗേഷൻ ഓഫ് ലോസ്. ക്ലിയർ അല്ലേ? സോ ഇതാണ് നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്. 7 പ്രിൻസിപ്പിൾസ് നമ്മളിപ്പോൾ പറഞ്ഞു പോയി. 7 എണ്ണവും മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്തേക്കുക, പഠിച്ചു വെച്ചേക്കുക. കാരണം 8 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു എസ്സേ ടോപ്പിക് ആണിത്.
സോ ഇത്തരത്തിലുള്ള വീഡിയോസുമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തായാലും ചോദിക്കും എന്നുള്ള ക്വസ്റ്റ്യൻസ് ടോപ്പിക്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾ നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്ത് പോവുക. അതുപോലെ തന്നെ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.